إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അഥവാ ഈമാൻ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യപൂർവം പഠിപ്പിച്ചതാണ് അന്ത്യനാളിലുള്ള ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കണ്ടിട്ടില്ല, മരിച്ചുപോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അവിടുത്തെ അനുഭവങ്ങൾ സ്വർഗസ്ഥരുടെയും നരകക്കാരുടെയും അതേപോലെ തന്നെ വിചാരണ കോടതിയിലൂടെ ഒക്കെയുള്ള അനുഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതും ഖുർആൻ ഓതിത്തന്നതും ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കണ്ടിട്ടില്ലെങ്കിലും അതെല്ലാം നടക്കാനുള്ളതാണ് എന്ന് അചഞ്ചലമായ വിശ്വാസമുള്ളവനാണ്. അതിനു വേണ്ടിയാണ്, അവിടുത്തെ വിജയത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഈമാൻ കാര്യങ്ങൾ ക്ലിയർ അല്ലാതെ എന്തിലെങ്കിലും ഒന്ന് സംശയമുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട പരലോക ജീവിതം, എല്ലാവരും പുനർജനിപ്പിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ വരിക, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന കുഞ്ഞു വരെയുള്ള അവരുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുക, അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ ഒരു പോരായ്മയുമില്ലാതെ അവർക്കൊക്കെ അവരുടെ കർമ്മത്തിനനുസരിച്ച് പ്രതിഫലം നൽകുക എന്നുള്ളതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊരുത്തൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നമസ്കാരവും അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ ദീനിയായ ജീവിതം എല്ലാം നിഷ്ഫലമാണ്. കാരണം ഈമാൻ കാര്യങ്ങളില്ലാതെ ഒരാൾ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല, വിശ്വസിക്കാതെ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ഈ പരലോക വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തൂക്കി നോക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട് എന്നുള്ളത്. മീസാൻ, അറബി ഭാഷയിൽ മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് എന്നാണ് അർത്ഥം.
നമ്മുടെ മനസ്സിലേക്കൊക്കെ തുലാസ് എന്നൊരു സംവിധാനം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. 2 തട്ടുള്ള, ഒരു ഭാഗത്ത് എത്രയാണ് തൂക്കി നോക്കേണ്ടത് അതിൻ്റെ കനം വെക്കുകയും മറ്റൊരു ഭാഗത്ത് തൂക്കപ്പെടുന്ന വസ്തു വെക്കുകയും ചെയ്യുന്ന 2 തട്ടുള്ള തുലാസുകൾ. അതേപോലെ തന്നെ ഇന്ന് ഡിജിറ്റൽ തുലാസുകളായി മാറി. അത് മറ്റൊരു രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കും. അവിടെ അള്ളാഹുവിൻ്റെ നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് 2 തട്ടുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൻ്റെ 8-9 ആയത്തുകളിൽ അല്ലാഹ് പറഞ്ഞു, അൽ വസ്നു യൗമ ഇദിനിൽ ഹഖ്. അന്ന് തൂക്കി നോക്കുക എന്നുള്ളത്, വസൻ എന്നുള്ളത്, തുലാസ് എന്നുള്ളത് അത് സത്യമാണ്, നടക്കാനിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഫമൻ സഖുലതു മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെയെങ്കിലും തുലാസ്, നന്മയുടെ തട്ട് കനം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ മുഫ്ലിഹീങ്ങളാണ്, വിജയികളാണ്. കാലാകാലം അള്ളാഹുവിൻ്റെ റഹ്മത്തിലും അള്ളാഹുവിൻ്റെ സന്തോഷത്തിലും അള്ളാഹുവിൻ്റെ സുഖലോലുപതയുടെ സ്വർഗത്തിലും ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആളുകളാണ്. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് തുടർന്ന് പറഞ്ഞു, വമൻ ഖഫ്ഫത് മവാസീനുഹു. ആരുടെയെങ്കിലും തുലാസുകൾ കനം കുറഞ്ഞു, അമലുകളില്ല, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും. അവർ അവരോട് തന്നെ പാതകം ചെയ്ത ആൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ല അവർ അക്രമം ചെയ്തത്. അവർ ആരോട് അക്രമം ചെയ്തത്? അവർ അവരോട് തന്നെ അക്രമം ചെയ്തവരാണ്. ഫീ ജഹന്നമ ഖാലിദൂൻ. അവര് നരകത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ബിദ്അത്തിൻ്റെ കക്ഷികൾ ഇസ്ലാമിനെ ബുദ്ധിക്കനുസരിച്ചും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടും വ്യാഖ്യാനിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള വിഭാഗങ്ങൾ ഉണ്ടായി. അതിൽ ഖവാരിജികളുണ്ട്, മുഅ്തസിലിയത്തുണ്ട്, അതേപോലെ തന്നെ ഖദരിയാക്കളുണ്ട്, ഖദർ വിധി വിശ്വാസത്തെ നിഷേധിച്ച ആളുകളുണ്ട്. അതിൽപ്പെട്ട നിഷേധികളുടെ ഒരു കൂട്ടമാണ് സൂചിപ്പിച്ച പോലെ തന്നെ മുഅ്തസിലികൾ. അവർ പറഞ്ഞു, എന്താണ് നമ്മുടെ അമലുകൾ എങ്ങനെയാണ് തൂക്കി നോക്കുക? തൂക്കി നോക്കാൻ ഒരു ബോഡിയുള്ള സാധനമാണല്ലോ തൂക്കി നോക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ് എന്നുള്ളതിൻ്റെ സിമ്പലാണ്, സൂചകമാണ് അവിടെ തുലാസുണ്ട് എന്ന് പറഞ്ഞത്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെല്ലാം അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്, അള്ളാഹുവിൻ്റെ നീതിയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം അവിടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവർ പറഞ്ഞു. അങ്ങനെ പറയുന്ന ആളുകൾ ഇന്നുമുണ്ട്, എക്കാലവും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും നമ്മുടെ കാലഘട്ടത്തിനൊക്കെ യോജിച്ച് നമുക്ക് പറ്റുന്നതാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, അല്ലാഹ് പറഞ്ഞതല്ലേ, അതെല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുകയും എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഒരായത്തോ ഹദീസോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് മനസ്സിലാക്കി ശാസ്ത്രത്തിൻ്റെ ലാബോറട്ടറികളിൽ പോയി പരിശോധിച്ച് മനസ്സിലാക്കി റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് കൃത്യമായി കൊണ്ട് തന്നെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സംസം വെള്ളം ലിമാ ശുരിബ ലഹു, അല്ലാഹു എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസം എന്തിനാണ് കുടിക്കുന്നത്? അത് അതിനുള്ളതാണ്. അത് ഭക്ഷണത്തിന് ഭക്ഷണമാണ്, കുടിവെള്ളത്തിന് കുടിവെള്ളമാണ്, അതേപോലെ തന്നെ രോഗിക്ക് ശമനമാണ്. ഒരു മരുന്നിൻ്റെ കണ്ടന്റ് ലാബോറട്ടറിയിൽ പോയി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് ഈ രോഗത്തെ എങ്ങനെ ചെറുക്കും എന്നുള്ളത് സയൻസ് പറഞ്ഞു തരും. പക്ഷേ സംസം വെള്ളത്തിൻ്റെ കണ്ടന്റ് നോക്കി കിട്ടിക്കൊള്ളുന്നില്ല. അജ്വാക്കാരൊക്കെ സിഹറിനും അതേപോലെ തന്നെയുള്ള പൈശാചികമായ പ്രയാസങ്ങൾക്ക് അത് ഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാബോറട്ടറിയിൽ പോയി പരിശോധിച്ചാലേ കിട്ടുള്ളൂ എന്ന് വിശദീകരിക്കാൻ പറ്റില്ല. മുഅ്മിനാണോ വിശ്വസിച്ചു കൊള്ളണം, മുഅ്മിനാണോ വിശ്വസിച്ചു കൊള്ളണം. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട തുലാസ് എന്ന സംവിധാനം അല്ലാഹു മീസാൻ എന്ന് പറഞ്ഞു. ഇവിടെ പണ്ഡിതന്മാർ പറയുകയാണ്, ഹുനാക തുൻസബുൽ മവാസീനു ഫതൂലഹു ബിഹാ അഅമാലുൽ ഇബാദ്
അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മീസാനുകൾ സ്ഥാപിക്കും, തുലാസ് സ്ഥാപിക്കും. ജനങ്ങളുടെ അടിമകളുടെ അമലുകളെല്ലാം തൂക്കി നോക്കപ്പെടും. അപ്പോൾ കുല്ലു മീസാനിൻ മിൻഹാ ലഹു ലിസാനുൻ വ കിഫ്ഫതാനി. ഈ തുലാസിന് മീസാനിന് പണ്ഡിതന്മാർ പറയുകയാണ് 2 തട്ടുകളുണ്ട്, അതേപോലെ തന്നെ അതിന് നാവും ഉണ്ട്, ലിസാനുണ്ട്. നമുക്കറിയില്ല എന്താണ് അതിൻ്റെ സംവിധാനം എന്നുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. അഥവാ അതിന് നാവുണ്ട്, അതിന് 2 തട്ടുകളുമുണ്ട് ഈ സംവിധാനത്തിന്, ഈ മീസാനിന്. വഹിയ അറാദുൻ, എന്നിട്ടോ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ അമലുകൾ ഉണ്ടല്ലോ, നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇബാദത്തുകളുമെല്ലാം, വഹിയ അറാദുൻ അജ്സാമുൻ ലഹാ സിക്ലുൻ, ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോഡി കൊടുക്കും. നമ്മുടെ അമലുകൾ തൂക്കി നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡി, അതിന് ജസദ്, അതിന് ശരീരം കൊടുക്കും, അതിന് ഭാരമുണ്ടാകും. നമ്മുടെ ഇഖ്ലാസിനും സഹോദരന്മാരെ, ഇവിടെ ഈ പള്ളിയിൽ 200 ആളുകൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ജുമ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 ആളുകൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, 100 ആളുകളുടെയും ജുമയുടെയും ഖുത്ബ കേൾക്കുന്നതിൻ്റെയും ഒക്കെ പ്രതിഫലം അത് 100 ആയിരിക്കും. കാരണം നമ്മുടെ ഈമാനും നമ്മുടെ ഇഖ്ലാസും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ആ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള അക്യുറസിയും എല്ലാം ഇതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു സഫിൽ 10 ആളുണ്ടെങ്കിൽ 10 ആളുകളുടെ നമസ്കാരത്തിനും വ്യത്യസ്ത കൂലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ഒരു നമസ്കാരക്കാരൻ, ആ നമസ്കാരക്കാരന് 10ൽ 10ഉം കൂലിയാണ്. അഥവാ 100ൽ 100 മാർക്കും കിട്ടുന്നു. 10ൽ 9 കിട്ടും. ഹദീസിന്റെ വാചകങ്ങളാണ്. 10ൽ 9 കിട്ടുന്ന നമസ്കാരക്കാരുണ്ട്, 10ൽ 8 കിട്ടുന്നവരുണ്ട്. റസൂൽ ഇങ്ങനെ താഴേക്ക് എണ്ണി പറഞ്ഞു. നമ്മൾ ആലോചിക്കും നമ്മുടെ നമസ്കാരത്തിന് എത്ര മാർക്കുണ്ടാകും. നമ്മൾ ആലോചിച്ചാലും ആലോചിച്ചില്ലെങ്കിലും നാളെ കിതാബ് കയ്യിൽ കിട്ടുന്ന സമയത്ത് മാർക്ക് അതിൽ കാണും. ഇത്ര ആയുസ് അല്ലാഹു തന്നു, 55, 60, 70 കൊല്ലം. അതിൽ അവന് വിവേകമധ്യേ മുതൽ പ്രായപൂർത്തിയെത്തിയെന്നുള്ള നമസ്കാരം അത് കൂട്ടപ്പെടും. ഈ നമസ്കാരമൊക്കെ ഈമാനുള്ളതാണോ, ഇഖ്ലാസ് ഉള്ളതാണോ, നാട്ടുകാരെ കാണിക്കാനുള്ളതാണോ, പേരിനാണോ, കാട്ടിക്കൂട്ടലാണോ, വെറും എക്സസൈസ് ആണോ, അതര വ്യായാമമാണോ എന്നുള്ളതെല്ലാം അവിടെ ഉണ്ടാകും. ഇത് കണ്ട് മനുഷ്യൻ, അക്രമിയായ മനുഷ്യൻ പറയും, മാലി ഹാദൽ കിതാബി ലാ യഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. എന്തൊരു ഗ്രന്ഥമാണിത്, ചെറുതും വലുതുമായി എല്ലാം ഇതിലുണ്ടല്ലോ, ഒന്നും വിട്ടേച്ച് പോയിട്ടില്ലല്ലോ. മുഅ്മിനായ മനുഷ്യൻ ഹാവു മുക്റഹു കിതാബിയ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി സ്വർഗത്തിലേക്ക് പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് സഹോദരന്മാരെ യാതൊരു സംശയവും അതിലില്ല. ഇന്ന് മനുഷ്യന് പോലും, ഒരു മനുഷ്യന് ഈ CCTVയും ക്യാമറയും സംവിധാനവുമെല്ലാം അതിൽ പകർത്തുന്നതെല്ലാം ചെറിയ മൈക്രോ ചിപ്പിൽ ഈ മനുഷ്യന്, ദുർബലനായ മനുഷ്യന് പോലും സംവിധാനിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന കുഞ്ഞുവരെയുള്ള ജിന്നുകളും മലക്കുകളും മനുഷ്യന്മാരുമായിട്ടുള്ള സർവരുടെയും അമലുകൾ എല്ലാം ചിപ്പിൻ്റെ ഉള്ളിൽ, അള്ളാഹുവിൻ്റെ സംവിധാനത്തുള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ കൽബിൻ്റെ പ്രവർത്തനങ്ങളുമുണ്ട്, സംസാരമുണ്ട്, ചിന്തകളുണ്ട്, എല്ലാം അതിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ് റബ്ബ്. വല്ലാത്തൊരു സംവിധാനമാണ് സഹോദരന്മാരെ, വല്ലാത്തൊരു സംവിധാനമാണ്. അവിടെ രക്ഷപ്പെടണം, അതിനുവേണ്ടി അമൽ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം അതാണ്. ഫതൂലഹുൽ ഹസനാതു ഫീ കിഫത്തിൻ വസ്സയ്യിആതു ഫീ കിഫത്തിൻ. ഒരു തട്ടിൽ നന്മകൾ വെക്കും, മറ്റൊരു തട്ടിൽ തിന്മകളും വെക്കും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഈ മീസാനുണ്ട്, തൂക്കാനുള്ള സംവിധാനമുണ്ട്, തുലാസുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് ധാരാളമായി പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരിക്കൽ നരകത്തെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ ആയിഷ ബീവി കരഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ യുബ്കീകി, ആയിഷ എന്ത് കരയാൻ കാരണം, എന്താണ് നീ കരയാനുള്ള കാരണം? ഖാലത്ത് ദുകിർതു നാറ ഫബകൈതു ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അള്ളാഹിൻ്റെ പ്രവാചകരെ, നരകത്തെക്കുറിച്ച് കേട്ടപ്പോൾ കരഞ്ഞതാണ്. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ ഓർമ്മ ഉണ്ടാകുമോ? നിങ്ങൾ ഓർക്കുമോ റസൂലേ? റസൂലുള്ളാഹിക്ക് ഏറെ പ്രിയപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ചവർ, എനിക്ക് എൻ്റെ ഭാര്യമാരുടെ അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. 1, 2, 3, 4, 5, 6, 7 ഒക്കെ അതിലപ്പുറമൊക്കെ ഭാര്യമാരുള്ള ആളായിരുന്നു റസൂലുള്ളാഹി. ഒരു ഭാര്യക്കും പരാതിയില്ല.
എല്ലാവർക്കും സന്തോഷം വാരിക്കോരി കൊടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യമാരോടാണ് എന്ന് റസൂൽ, എൻ്റെ സ്ത്രീകളോടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഭാര്യമാരുടെ കൂട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടവരായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വയസ്സ് കുറഞ്ഞ റസൂലുള്ളാഹിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർ ചോദിക്കേണ്ട, റസൂലേ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ ഓർക്കുമോ, ഭാര്യമാരെ ഓർക്കുമോ, കുടുംബത്തെ ഓർക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, അമ്മാ ഫീ സലാസതി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. 3 സന്ദർഭങ്ങൾ ആരും ആരെയും ഓർക്കൂല ആയിഷ. 3 സന്ദർഭങ്ങൾ ആരും ആരെയും ഓർക്കൂല. ഇന്ദൽ മീസാനി ഹത്താ യഅലമ യഖിഫു മീസാനുഹു ഔ യസ്കുൽ. മീസാനിൽ തൻ്റെ അമലുകൾ തൂക്കി നോക്കുന്ന സമയത്ത്, അത് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ഒരു മനുഷ്യനെയും ഓർക്കുന്നതല്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ വിഷയത്തിൽ ബേജാറിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മീസാനുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കണം. അവിടെ മീസാനുണ്ട്. മീസാനിൽ തൂക്കി നോക്കിയിട്ട് വിളംബരം ചെയ്യപ്പെടും. എന്താ വിളംബരം ചെയ്യപ്പെടുന്നത്? അതേ പണ്ഡിതന്മാർ പറയുകയാണ്, അലാ ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സഅദ സഅദതൻ ലാ യഷ്കാ ബഅദഹാ അബദാ. തൂക്കി നോക്കി റിസൾട്ട് ഓക്കെ ആണെങ്കിൽ, അല്ലേ, വലിയ രാഷ്ട്രീയം തലീ കയറിയ ആളുകൾ വോട്ടെടുപ്പിൻ്റെ അന്ന് ഊണും ഉറക്കവും അതേപോലെ തന്നെ ഭക്ഷണവും ഒന്നുമില്ലാതെ കാത്തു നിൽക്കുകയാണല്ലോ തൻ്റെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ തൻ്റെ പാർട്ടി വിജയിച്ചിട്ടുണ്ടോ ഓരോ തൂക്കി നോക്കുകയാണല്ലോ. അവിടെ ഇങ്ങനെ കണക്ക് ചാനലുകൾ പറയുമ്പോൾ സാഗൂതം വീക്ഷിക്കുകയാണ്. ഇതേപോലെ തന്നെ അല്ല സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങോട്ട് നരകമാണോ സ്വർഗമാണോ സആദത്താണോ ശഖാവത്താണോ തീരുമാനിക്കുകയാണ്. വല്ലാത്തൊരു രംഗമാണത്. എന്നിട്ട് ഒരു മനുഷ്യന്റെ തൂക്കി നോക്കൽ പൂർണ്ണമായി അവൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിളിച്ചു പറയും, ഇതാ ഇന്നാലിന്ന മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. വൈദാ ഖഫത്ത് മവാസീനുഹു നൂദിയ അലാ റൂസിൽ ഖലായിഖി. കോടാനുകോടി മനുഷ്യന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ തുലാസ് കനം കുറഞ്ഞു, തിന്മയുടെ തട്ടാണ് കനം തൂങ്ങിയിട്ടുള്ളത് എങ്കിൽ, അല ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് ശഖിയ ശഖാവതൻ ലാ യസ്അദു ബഅദഹാ അബദാ. നന്മയുടെ ആളെ വിളിച്ചു പറയും, അയാൾ വിജയിച്ചു, ഇനി ഒരു പരീക്ഷണവുമില്ല. തിന്മയുടെ ആളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലക്ഷക്കണക്കിന് കോടാനുകോടി ആൾക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഇന്നാലിന്ന മനുഷ്യൻ അയാളുടെ തൂക്കം കുറവാണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി രക്ഷയില്ല എന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ട്. ആ ദിവസം ഞങ്ങൾ ഒരാളെയും ഓർക്കൂല ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മീസാൻ ഉണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കണം, നിഷേധിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി രണ്ടാമത് പറഞ്ഞു, രണ്ടാമത് എപ്പോഴാണ് ഒരു മനുഷ്യൻ കുടുംബത്തെ ഓർക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഓർമ്മയില്ലാതിരിക്കുക? വഇൻദൽ കിതാബി ഹീന യുഖാൽ ഹാഉ മുഖ്റഉ കിതാബിയ. നിന്റെ ഗ്രന്ഥം പിടിച്ചോ, വായിച്ചോ. ഗ്രന്ഥം പരിശോധിക്കുന്ന സമയത്ത്, കർമ്മരേഖ പരിശോധിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് തരും. ഓരോ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കും. വലത് കയ്യിൽ കൊടുക്കപ്പെടുന്നവരുണ്ട്, അതേപോലെ തന്നെ ഇടത് കയ്യിൽ കൊടുക്കപ്പെടുന്നവരുണ്ട്. അതേപോലെ തന്നെ സിറാത്തിലൂടെ നടക്കുന്ന സമയത്തും ആരെയും ഓർക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഅമ്മാ മൻ സഖലതു മവാസീനുഹു. ആരുടെയെങ്കിലും തുലാസ് കനം കൂടിയിട്ടുണ്ടെങ്കിൽ ഫഹുവ ഫീ ഈശത്തിർ റാദിയ. സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും. പിന്നെ അങ്ങോട്ട് സ്വർഗമാണ്, സന്തോഷമാണ്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു. എന്നാൽ ആരുടെയെങ്കിലും തുലാസുകൾ കനം കുറഞ്ഞോ, ഫഉമ്മുഹു ഹാവിയ. അവന്റെ സങ്കേതം ഹാവിയാണ്. വമാ അദ്റാക മാഹിയ. ആ ഹാവി എന്താണെന്ന് നിനക്കറിയാമോ പ്രവാചകരെ? നാറുൻ ഹാമിയ. ചൂടേറിയ നരകാഗ്നിയാണത്. ഒരു രക്ഷയുമില്ല സഹോദരന്മാരെ, മരണവുമില്ല, ജീവിതവുമില്ല. വല്ലാത്തൊരു സംവിധാനം. ശക്തമായ ചൂട്, ശക്തമായ കൊടും തണുപ്പ്, അതും നരകത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംവിധാനം. ചൂടിനേക്കാൾ അപകടകരമായ കൊടും തണുപ്പ്. ഇങ്ങനെ ഭീകരങ്ങളായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുടെ സംവിധാനം, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്.
എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ടോ ഫമൻ സഖുലതു മവാസീനുഹു, ആരുടെയെങ്കിലും തുലാസുകൾ കനം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ തുലാസുകൾ, അവന്റെ അമലുകളാണ് കനം തൂങ്ങുന്നത് എങ്കിൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്, അവർ വിജയിച്ച ആളുകളാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതെ, വഅന്ന ലഹു കിഫ്ഫതൻ വലിസാനൻ, മീസാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കുമെന്ന് പറഞ്ഞല്ലോ. നന്മകൾ കനം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഈ മീസാനിന് ഒരു ലഹു കിഫ്ഫതൻ വലിസാനൻ തൂസനു ഫീഹി സുഹ്ഫു അൽ മക്തൂബു ഫീഹാ വഫീഹൽ ഹസനാതു വസ്സയ്യിആതു. എന്തൊക്കെയാ തൂക്കി നോക്കുന്നത്? ഈ തുലാസിന് നാവുണ്ട്, മീസാനിന് നാവുണ്ട്. അപ്പൊ എങ്ങനെ മീസാനിന് നാവുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. നാളെ തൊലികൾ സംസാരിക്കുന്ന ഇടമാണ് സഹോദരന്മാരെ. കൈ സംസാരിച്ചിട്ട് കാല് സാക്ഷി പറയുന്ന ഇടമാണ് പ്രിയമുള്ളവരെ. എങ്ങനെ വായക്കുള്ളിൽ വെച്ച് നാവ് ഇങ്ങനെ ഇളക്കണ സമയത്ത് സംസാരം വരുന്നത് നമുക്കറിയില്ല. സംസാരിക്കാൻ കഴിയാത്തവർക്കും വായുണ്ട്, നാവുണ്ട്, പല്ലുണ്ട്, എല്ലാം ഉണ്ട്. ഓല ഇളക്കുമ്പോൾ എന്ത് സംസാരം വരാത്തത് അതും നമുക്കറിയില്ല. ശാസ്ത്രത്തിന് അതിൻ്റെതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ശാസ്ത്രം മുട്ടുമടക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. മനുഷ്യ ബോഡിയിൽ വരുന്ന പ്രശ്നങ്ങൾ, ചികിത്സയില്ലാത്ത രോഗങ്ങൾ, ഇല്ലേ സഹോദരന്മാരെ? അപ്പൊ കൈ സംസാരിക്കും, കാല് സാക്ഷി പറയും, തൊലി സംസാരിക്കും, മീസാനും സംസാരിക്കും, ഭൂമി സംസാരിക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഖിയാമത്ത് നാളിൻ്റെ ഭൂമി അന്ന് അതിൻ്റെ കഥകളൊക്കെ പറയും. ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ആരൊക്കെ തോന്നിയാസം ചെയ്തു, എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ കഥകൾ പറയും. അല്ലേ? ഇപ്പൊ സൈലന്റ് ആയി നിങ്ങൾക്ക് മനുഷ്യന്മാർ ചോദിക്കും, ഇതിനെന്ത് പറ്റി? വഖാലൽ ഇൻസാനു മാലഹാ, ഈ ശാന്തമായി ഉറങ്ങുന്ന ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനും നടക്കാനും മഈശത്ത് തേടാനും ഒക്കെ പറ്റിയ ശാന്തമായ ഭൂമി ഇതിനെന്ത് പറ്റി? ഇത് വല്ലാത്തൊരു ഭീകര രൂപം കൊണ്ട് ഇളകി മറിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണല്ലോ എന്ന് മനുഷ്യൻ പറയും. വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഭൂമി ചില കഥകളൊക്കെ പറയും. വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇതൊക്കെയാണ് സഹോദരന്മാരെ പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, അതിന് തുലാസിന് 2 തട്ടുകളുണ്ട്, അതിന് നാവുണ്ട്, അതിൽ നമ്മുടെ അമലുകളും തൂക്കും, അതേപോലെ തന്നെ അമലുകളുടെ ഏടും തൂക്കും. എന്തൊക്കെ തൂക്കും? അമലുകൾ മാത്രമല്ല, അമലുകളും തൂക്കും, അമലുകളുടെ ഏടും തൂക്കും എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളും തൂക്കുമെന്ന് പറഞ്ഞു. അമല് മാത്രമല്ല, ഏടുകളും തൂക്കും. എവിടെയാണ് സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏടുകൾ തൂക്കുമെന്ന് പഠിപ്പിച്ചത്? അമലുകൾ തൂക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏടുകൾ എങ്ങനെയാണ്? ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മതി അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമത്തി, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുന്നു. എന്താ അയാളുടെ പ്രത്യേകത? ഫയുൻഷറു അലൈഹി 99 സിജില്ലാ, തോന്നിവാസങ്ങളും ഹറാമുകളും കൂമ്പാരമായി ചെയ്ത മനുഷ്യൻ, ചെറുപാപങ്ങൾ കണക്കില്ലാതെ ചെയ്തു, വൻപാപങ്ങൾ കണക്കില്ലാതെ ചെയ്തു. അദ്ദേഹത്തിന്റെ കർമ്മരേഖ 99 കർമ്മരേഖയുണ്ട്. ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ മനുഷ്യൻ അല്ലാഹു അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും അദ്ദേഹത്തോട്, അൽവലമക കതബത്തി അൽ ഹാഫിളൂൻ, എൻ്റെ എഴുത്തുകാർ അവർ വെറുതെ എഴുതിണ്ടാക്കിയതാണോ? നിന്നോട് അക്രമം ചെയ്തു എന്ന് അഭിപ്രായം ഉണ്ടോ? ഇതൊക്കെ ഒന്ന് വായിച്ചോക്ക്. അയാൾ പറയും, പടച്ചോനെ ഇല്ല, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. നിന്റെ എഴുത്തുകാരായ മാന്യന്മാരായ മലക്കുകൾ ഒന്നും എഴുതി ചേർത്തിട്ടില്ല, അവരിതൊക്കെ ഞാൻ ചെയ്തതാണ്. അഫലക ഉദുറുൻ ഔ ഹസന, നിനക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാനുണ്ടോ? എന്തെങ്കിലും പറയണ്ടോ? മറുപടി ഉണ്ടോ? ഇല്ല റബ്ബേ, എനിക്കൊന്നും പറയാനില്ല. നിനക്ക് വല്ല നന്മയുമുണ്ടോ? എന്തെങ്കിലും ഒരു നന്മ? അദ്ദേഹം പറയും, പഠിച്ചോനെ എനിക്ക് നന്മയില്ല, എൻ്റെ അടുത്ത് ഒരു നന്മയുമില്ല. അപ്പൊ അല്ലാഹ് പറയും, എന്നാൽ നീ ചെയ്ത ഒരു നന്മ എൻ്റെ അടുക്കലുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇത് തൗഹീദിന്റെ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എൻ്റെ ഇലാഹ്. അതുകൊണ്ട് എല്ലാം ചോദിക്കേണ്ടത് റബ്ബിനോട്. ഒരു ജാറങ്ങളിലേക്കോ ഒരു മക്ബറകളിലേക്കോ ഒരു പുണ്യാത്മാവിലേക്കോ ഒരു പുണ്യപുരുഷനിലേക്കോ ആരിലേക്കും പോകേണ്ട ആവശ്യമില്ല. ബദരീങ്ങളെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അമൃതങ്ങളെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹ് എന്ന് മാത്രമാണ് വിളിക്കേണ്ടത്. എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹിനെ വിളിക്കണം എന്നാണ് അംബിയ ഔലിയാക്കന്മാരും സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളൊക്കെ പഠിപ്പിച്ചത്. ആ മാർഗത്തിലൂടെ ജീവിച്ചാൽ അവരുടെ കൂടെ സ്വർഗത്തിലെത്താം. ആരെയും തവക്കലാക്കണ്ട, ആരെയും ഏൽപ്പിക്കണ്ട. ഒരു പുതിയ വാഹനമെടുത്താൽ ഒരു ജാറത്തും പോയിട്ട് ഒരു പച്ച തുണി കെട്ടിക്കൊടുത്താൽ എൻ്റെ പ്രയാസങ്ങളൊക്കെ, എൻ്റെ വാഹനത്തിനുള്ള അപകടങ്ങൾ ഒക്കെ നീക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അതൊരാൾക്കും സാധിക്കൂല സഹോദരന്മാരെ. മുത്തുനബിക്ക് സാധിച്ചിട്ടില്ല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങൾ നീക്കാൻ, സഹാബികളുടെ നീക്കിക്കൊടുക്കാൻ. ആരിലാണ് പ്രതീക്ഷ? അള്ളാഹുവിലാണ് പ്രതീക്ഷ. ഇത് ആര് പഠിപ്പിച്ചു? അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു, സിദ്ദീഖീങ്ങൾ പഠിപ്പിച്ചു, ശുഹദാക്കന്മാർ പഠിപ്പിച്ചു. അവരെ ബഹുമാനിച്ച് അവർ ജീവിച്ച പോലെ ജീവിച്ചാൽ സ്വർഗം കിട്ടും. അല്ലാതെ ഇന്ന വലിയുണ്ട്, ഇന്ന ബീവിയുണ്ട്, ഇന്ന ഹോജയുണ്ട്, ഇന്ന മുസ്ലിയാരുണ്ട്, ഇന്ന മൗലവിയുണ്ട്, ഇന്ന തങ്ങളുണ്ട്, അയാൾക്കെന്തോ രഹസ്യമുണ്ട്, അയാൾ മന്ത്രിച്ചൂതി കെട്ടിത്തന്നത്, അതേപോലെ തന്നെ അവർ മന്ത്രിച്ചൂതിയ വെള്ളം ഇതൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഖേന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് എന്തോ ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ കുറെ തെറ്റ് ചെയ്ത ആളാണ്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ ഒരു വിട്ടുവീഴ്ചക്കും അയാൾ തയ്യാറായിട്ടില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലയുടെ ബിതാഖ കാർഡ് പുറത്തെടുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തൂക്കി നോക്കാൻ പറയും. അയാളുടെ ഗ്രന്ഥവും അയാളുടെ തെറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അദ്ദേഹത്തിന്റെ ഈമാനിന്റെ, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു പോരായ്മയും ഇല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ബിതാഖ അത് തുലാസിന്റെ മറ്റു തട്ടിലും വെക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയും, എന്നിട്ടോ ഫതാശത് അസ്സിജില്ലാത്തു, ഈ 99 ഏടുകളും കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന, വിശാലമായി കിടക്കുന്ന ഏടുകൾ, ഇതെല്ലാം നിഷ്പ്രഭമായി പോകുന്നു, വിലയില്ലാത്തതായി പോകുന്നു ഇദ്ദേഹത്തിന്റെ വിശ്വാസം കാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു വെള്ളം ചേർക്കലും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നു. കാരണം അല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലു ദിക്ർ അത് നാവോണ്ട് ഇങ്ങനെ പറയാം, മയ്യത്തുണ്ടോകുമ്പോൾ ഇങ്ങനെ പറയാം, അത് അതിനുള്ളതല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിലുണ്ടായിരുന്നു, തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തു. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ എന്ത് തെറ്റും ചെയ്യാൻ പറ്റൂല എന്നല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ എന്ത് തെറ്റും ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചാൽ എന്ത് തെറ്റും ചെയ്യുക, അങ്ങനെയല്ല. അതല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളെ വിഷയവുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മരേഖയും തൂക്കി നോക്കുന്നു, അമലുകൾ തൂക്കി നോക്കുന്നു, കർമ്മരേഖയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കുന്നു. അതേപോലെ തന്നെ സഹോദരന്മാരെ, അല്ലാഹു കർമ്മം ചെയ്ത ആളുകളെ, എന്നെയും നിങ്ങളെയും അല്ലാഹു അവിടുന്ന് തൂക്കി നോക്കുന്നുണ്ട്. കർമ്മം ചെയ്ത ആളുകളെ എവിടെയാണ് തെളിവ്? പണ്ഡിതന്മാർ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അതേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠവാനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ അറാക്ക് പൊട്ടിക്കാൻ വേണ്ടി അറാക്കിൻ്റെ മരത്തിൽ കയറി, പല്ല് തേക്കണ ബ്രഷിൻ്റെ മരത്തിൽ കയറി അറാക്കിൻ കൊള്ളി പൊട്ടിക്കാൻ വേണ്ടി. അപ്പം നല്ല ശക്തമായ കാറ്റടിച്ചു. അതേ സിവാക്കം മിനൽ അറാക്കി വക്കാന ദഖീഖ സാക്കൈനി, മെലിഞ്ഞ ആളായിരുന്നു, കാലിനൊന്നും തീരെ, കാലിൻ്റെ സാക്കിനൊന്നും മുട്ടൻകാലിൻ്റെ താഴേക്കൊന്നും തീരെ തടിയില്ലായിരുന്നു, മെലിഞ്ഞ് ഒട്ടിയ സഹാബിയായിരുന്നു. ഫജഅലത്തി റീഹു, അപ്പം നല്ല കാറ്റടിച്ചു, അപ്പം ഇങ്ങനെ മരം ഇളകാൻ തുടങ്ങി. അപ്പോൾ കണ്ടു നിന്നാലൊക്കെ ചിരിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അവർ പറഞ്ഞു, റസൂലേ, നല്ല കാറ്റടിച്ചപ്പോൾ ഇബ്നു മസ്ഊദിനെയും കൊണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയും കൊണ്ട് മരം ആടുന്നുണ്ടില്ലേ, ഇത്ര മെലിഞ്ഞൊട്ടിയ ആളാണല്ലോ, അത് കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചതാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അതേ ആ ഇബ്നു മസ്ഊദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ലഹുമാ അസ്കലു ഫിൽ മീസാനി മിൻ ഉഹുദ്, ഉഹുദ് മലയോളം ആ രണ്ട് കണങ്കാലികൾക്ക് ഭാരമുണ്ടാകുന്ന ഒരു ദിവസമുണ്ട്. ആ രണ്ട് കണങ്കാലികൾ തൂക്കി നോക്കപ്പെടുകയും ഉഹുദ് മലയോളം ഭാരം ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കാലിനുണ്ടാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറയുകയുണ്ടായി. നമുക്ക് കാണാം, ഇങ്ങനെ ഹദീസ് ഇങ്ങനെ വായിക്കാം, ഇന്നഹു ലയതി റജുലുൽ അളീമു സമീന യൗമൽ ഖിയാമ ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഗൂല, ഒരു തടിച്ച ഏറെ ഭാരമുള്ള ഒരു മനുഷ്യൻ, അക്രമിയായ തോന്നിവാസിയായ
ഒരു മനുഷ്യനെ നാളെ പിറ്റേന്ന് പരലോകത്ത് കൊണ്ടുവരികയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും വെയിറ്റ് പോലും തുലാസിലില്ലാത്ത രീതിയിൽ ആ മനുഷ്യൻ ഉണ്ടാകപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ടോ ഖാല ഇഖ്റഊ ഇൻ ശിഅ്തും, എന്നിട്ട് നിങ്ങൾ ഓതിക്കോളൂ, ഈ ആയത്ത് ഓതിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, നാളെ ഖിയാമത്ത് നാളിൽ അവർക്കൊരു തൂക്കവും ഉണ്ടാവുകയില്ല. അപ്പൊ അക്രമികൾക്കൊരു തൂക്കവുമില്ല. എത്ര മെലിഞ്ഞൊട്ടിയ മുഅ്മിനായ മുഖ്ലിസായ തൗഹീദുള്ള മുവഹിദാണെങ്കിലും തൂക്കം കാണും. അവർക്ക് തൂക്കമുണ്ട്, അവരുടെ കർമ്മങ്ങൾക്ക് തൂക്കമുണ്ട്, അവരുടെ ഏടുകൾക്ക് തൂക്കമുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പൊ ഇങ്ങനൊരു ലോകം സഹോദരന്മാരെ നമുക്കൊക്കെ വരാനുണ്ട്. ഇങ്ങനൊരു രോഗം ഇതിൽ സഹാബത്ത് പേടിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് 2 അടിമകളുണ്ട്, ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല, അവർ എന്നെ കളിയാക്കുന്നു, അതേപോലെ തന്നെ എന്നെ മോശമാക്കുന്നു, എന്നെ ധിക്കരിക്കുന്നു. അപ്പം ഞാൻ നല്ല അടി കൊടുക്കും, ഞാൻ നല്ലോണം അവരെ ചീത്ത പറയും, അതുകൊണ്ട് എൻ്റെ പരലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുഹ്സബു മാ ഖാനൂക വഅസൗക വകദ്ദബൂക വഇഖാബുക ഇയ്യാഹും. അഥവാ 2 കാര്യങ്ങളും, അഥവാ അവർ നിന്നെ കളിയാക്കിയതും മോശമാക്കിയതും ധിക്കരിച്ചതും അള്ളാഹു വിചാരണക്കെടുക്കും, തൂക്കി നോക്കും. നീ അവരെ അടിച്ചതും അതേപോലെ തന്നെ ആക്ഷേപിച്ചതും അവർക്ക് ശിക്ഷ കൊടുത്തും തൂക്കി നോക്കും. നിൻ്റെത് കൂടുതലാണെങ്കിൽ നിന്നെ അള്ള പിടിക്കും, നിൻ്റെത് കുറവാണെങ്കിൽ അവരെ അള്ള പിടിക്കും. നിനക്ക് അവരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾ നിനക്ക് തരും ചെയ്യും. അപ്പോൾ ഈ സഹാബി കരഞ്ഞു. അദ്ദേഹത്തിന് അറിയാം, ഞാൻ നന്നായി അവർ പറഞ്ഞതിനെക്കാട്ടിക്ക് ഇരട്ടി ഞാൻ അവരെ ശിക്ഷിക്കുന്നുണ്ട്. കരഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞു. എന്നിട്ടോ എത്രത്തോളം പോയി യഹ്തിഫു ഫഖാല റസൂലുള്ളാഹി. അപ്പോൾ ഈ കരഞ്ഞു കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ കരയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വനലഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു വെക്കുന്നതാണ്. നീതിയുടെ തുലാസുകൾ കൊണ്ടുവന്നു വെക്കുന്നു. എന്നിട്ടോ ഫലാ തുളമു നഫ്സുൻ ഷൈആ, ഒരാളും ആക്രമിക്കപ്പെടുകയില്ല. വൈൻ കാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കടുകുമണിയോളമുള്ള അമലാണെങ്കിലും അത് നന്മയാണോ തിന്മയാണോ, അതൈനാ ബിഹാ, അത് നാം കൊണ്ടുവരും. അത് നിസ്സാരല്ല, അതൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന പ്രശ്നമില്ല. വകഫാ ബിനാ ഹാസിബീൻ, അതേ വിചാരണ ചെയ്യാൻ നാം തന്നെ മതി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള അവസാന കുഞ്ഞുവരെ, അതേപോലെ തന്നെ ജിന്നുകൾ, ഇവരൊക്കെ കോടാനുകോടി മനുഷ്യന്മാരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അമലുകൾ, ഇതെല്ലാം വിചാരണ ചെയ്യാൻ നാം തന്നെ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പം നമ്മളിന്ന് മനസ്സിലാക്കിയത്, അള്ളാഹുവിൻ്റെ തുലാസ്, നീതിയുടെ തുലാസ് അവിടെ തൂക്കി നോക്കുന്ന സംവിധാനമുണ്ട്. നിഷേധിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയൊക്കെ അമലുകൾ ഇപ്പോൾ തൂക്കുക, അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമല്ലേ എന്ന് വിചാരിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് നമ്മൾ അചഞ്ചലമായി വിശ്വസിക്കുക. അതാണ് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം. അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിറ, അതാണ് ഈമാൻ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അത് വിശ്വാസം രൂഢമാക്കുകയും അമലുകൾ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മീസാനിൽ കനം തൂങ്ങുന്ന 2 കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു തരികയാണ്. ഒന്ന്, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദിൽ മുഅ്മിൻ യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുൽഖി, സൽസ്വഭാവത്തേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്നതായിട്ട് ഒരു പ്രവർത്തനവുമില്ല. സൽസ്വഭാവം, നല്ല നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നു, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ആണ്, വലിയ ആചാരാണ്, അതുപോലെ വേണ്ടപ്പെട്ട ഒക്കെ നാട്ടിൽ വലിയ കാരണവലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ സ്വഭാവം മോശമാണ്. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹജീവികളോട്, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മൂരാജി സ്വഭാവം കാണിക്കുക. ആളുകൾക്ക് അയാളോട് സംസാരിക്കാൻ അത്ര ഇഷ്ടമല്ല. ഒക്കെ ശരി ചെയ്യും, പക്ഷെ സൽസ്വഭാവിയല്ല. ആൾക്കാരെ നാണം കെടുത്തും, ഇയാൾ വലിയ ആളാന്ന് പറഞ്ഞ നിലക്ക് നടക്കും, കിബിറ് കാണിക്കും. അതേപോലെ തന്നെ എന്തെല്ലാം മോശപ്പെട്ട ആളുകളെ അടങ്ങാറാക്കുകയും പ്രയാസവും, കുടുംബത്തിൽ വല്ല കാരണവരായിരിക്കും ചിലപ്പോൾ.
ഇയാളങ്ങോട്ട് മരിച്ചിട്ടിയാ മതിയെന്ന് ആളുകൾ ചിലപ്പോൾ പറയും ചെയ്യും, ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും. ഇല്ലാത്ത എടങ്ങാറായി പോയി. എന്ത് കാര്യമുണ്ട് സഹോദരന്മാരെ? ആൾക്കാരോട് നല്ലക്ക് പെരുമാറുക, നല്ല സംസാരത്തിനോട് ആളുകൾക്ക് നന്മ എന്തുണ്ടെങ്കിൽ നന്മ തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ കിട്ടണം. അസൂയയില്ലാതിരിക്കുക. എന്താ ഒരാൾക്ക് നന്മ കിട്ടണമെങ്കിൽ നമുക്ക് എടുങ്ങാറ്? നല്ലൊരു പെരുമാറ്റവും നല്ലൊരു ചിരിയും നല്ലൊരു പുഞ്ചിരിയും സമ്മാനിക്കാൻ എന്തേ മടി നമുക്ക്? നിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കാണുന്നത് പോലും നീ നിസാരമാക്കല്ലേ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ്. ഒരാളെ കാണുമ്പോൾ നല്ലൊരു ചിരിയിരിക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, നല്ലൊരു വാക്ക് പറയുക, നല്ലൊരു ഇടപെടൽ നടത്തുക. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യം എന്താ? ഹദീസാണ്. സുറൂറുൻ, സന്തോഷം ഇട്ട് കൊടുക്കുക. എവിടെ? ഫി കൽബിൽ മുഅ്മിൻ. ഉപ്പരി വരുമ്പോത്തിന് ബേജാറ്, അല്ലെങ്കിൽ ഓള് വരുമ്പോത്തിന് വലിയ പ്രയാസം, അമ്മായിമ്മമാർ, മരുമക്കൾ, അല്ലേ? എന്നാലോ 4 മണിക്ക് നെഞ്ച് നിസ്കരിക്കുന്നുണ്ടാവും തഹജ്ജുദ്. അപ്പൊ സഹോദരന്മാരെ, അതല്ല മീസാൻ. വല്ലാത്തൊരു മതമാണ് ഈ മതം. സൽസ്വഭാവത്തേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്നതായിട്ടൊന്നുമില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു മീസാൻ. മറ്റൊന്ന് റസൂലുള്ള പഠിപ്പിച്ചു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. നാവിന് ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റിയ 2 വാക്കുകൾ. എന്താണ്? നാവിന് സിമ്പിളായി പറയാൻ പറ്റിയ 2 വാക്കുകൾ. സഖീലതാനി ഫിൽ മീസാൻ. മീസാനിൽ ഏറെ കനമുള്ള ആ 2 വാക്കുകൾ. നാവിന് സിമ്പിളാ പറയാൻ, പക്ഷെ മീസാനിൽ നാവ് അതുകൊണ്ട് പറഞ്ഞ ആകാശഭൂമികൾ നിറയും. അത്രക്ക് വെയിറ്റുള്ള സാധനമാണ്. മീസാനിൽ വല്ലാത്ത കനമുള്ള 2 വാക്കുകൾ. ഇനിയോ ഹബീബത്താനി ഇലർ റഹ്മാൻ. പരമകാരുണ്യകനായ റബ്ബിനെ ഏറെ ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഏതാണ് 2 വാക്കുകൾ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. പറയാൻ എളുപ്പമാണ്, മീസാൻ നിറക്കും, റബ്ബിന് ഇഷ്ടമാണ്. എന്തേ നമുക്ക് നഷ്ടം വന്നു പോയത് സഹോദരന്മാരെ? നഷ്ടം വരാൻ പാടില്ല. ഏത് സമയത്തും ചൊല്ലാം, ഏത് സമയത്തും നമുക്ക് ചൊല്ലാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതേപോലെ തന്നെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് എത്രയാണ്! ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ള ഹറാമുകളും തെറ്റുകളും ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റുകളെ നന്മകളാക്കി മാറ്റും. എങ്ങനെ? തെറ്റുകൾ അല്ലാഹു നന്മകളാക്കി മാറ്റും. ഏത് രാജാവിൽ നിന്നാ സഹോദരന്മാരെ ഇത് പ്രതീക്ഷിക്കേണ്ടത്? മലിക്കുൽ ജബ്ബാറായ നാഥന്റെ, രാജാതിരാജനായ റബ്ബിൽ നിന്നല്ലാതെ. തെറ്റുകൾ ചെയ്യുക, ആ തെറ്റുകൾ അല്ലാഹു നന്മയാക്കും. ആർക്കാ നന്മയാക്കുന്നത്? ഹറാമുകൾ ചെയ്യാത്ത മുഅ്മിനുകളാണ്. അങ്ങനെ ഹറാമുകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, മുഅ്മിനുകൾ ഹറാമ് ചെയ്യാത്തവരാണ്. ഹറാമ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു ഇരട്ടി ശിക്ഷ കൊടുക്കും. എന്നാൽ ഇല്ലാമൻ താബ വ ആമന വ അമില സാലിഹാ. ഹറാമ് ചെയ്തു, തെറ്റുകൾ ചെയ്തു, വൃത്തികേട് ചെയ്തു, സാമ്പത്തിക രംഗത്ത്, അതേപോലെ തന്നെ രഹസ്യ ജീവിതത്തിൽ ഒക്കെ ചെയ്തു, എന്നാൽ അത് അള്ളാഹുവിനോട് തൗബ ചെയ്തു, എന്നിട്ട് നല്ല മുഅ്മിനായി ജീവിച്ചു. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റി കൊടുക്കും. വല്ലാത്തൊരു റഹ്മത്താണ്. യുബദ്ദിലു, ബദ്ദല യുബദ്ദിലു എന്ന അറബി വാക്കിന്റെ അർത്ഥം മാറ്റി കൊടുക്കുക. എന്താ മാറ്റി കൊടുക്കുന്നത്? യുബദ്ദിലുല്ലാഹു, അല്ലാഹു മാറ്റി കൊടുക്കുന്ന സയ്യിആതിഹിം, സയ്യിഅത്തുകളെ, തെറ്റുകളെ ഹസനാത്തുകളാക്കി മാറ്റി കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറുർ റഹീമ. അല്ലാഹു ഗഫൂറുർ റഹീമുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ചെയ്ത തെറ്റുകൾ മീസാനിൽ വരാൻ പാടില്ല. ആ തെറ്റുകൾ നന്മയുടെ തുലാസിൽ വരണം. ഈ മീസാൻ എന്ന സംവിധാനം, പരലോകമെന്ന സംവിധാനം, അതിൽ നിന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. അവിടെ എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും 2 ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു പ്രബോധകൻ്റെ മകൾ, ചെറിയ 14 വയസ്സുകാരിയായ മകൾ ന്യൂമോണിയ ബാധിച്ച് വലിയ പ്രയാസത്തിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഷിഫായിന് പ്രദാനം നൽകുമാറാവട്ടെ. കുടുംബത്തിലേക്ക്, മാതാപിതാക്കൾക്ക് സന്തോഷത്തോടു കൂടി മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാൻ
അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗികളുടെയും രോഗങ്ങൾ അള്ളാഹു ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനേകം ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.